സുരേഷ് ഗോപി നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. എത്ര നാളായി ഈ നാട് പറയുന്നു ഒഴിവായി പോടോ, ഇതുപോലെ രാഷ്ട്രീയം പറയാൻ അറിയാത്ത, ഇതുപോലെ കാര്യങ്ങൾ കൃത്യമായി പരാമർശിക്കാൻ, അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയാത്ത ആളെന്ന് അമിത്ഷായുടെ കാല് പിടിച്ച് വീണ്ടും സുരേഷ് ഗോപി അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രിസഭ പുനഃസംഘടന വരികയല്ലേ, എന്നെ ഒന്ന് ഒഴിവാക്കി തരൂ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നില്ല എന്ന്. എത്ര നല്ല തീരുമാനം, എത്ര മുമ്പേ എടുക്കേണ്ട തീരുമാനം. രാഷ്ട്രീയ കേരളമെങ്കിലും വലിയ രീതിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന തീരുമാനം എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് പറയാൻ ഇദ്ദേഹത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയെ കുറിച്ച് ചോദിക്കണം. അത് അമ്മയെ കുറിച്ച് ചോദിക്കണം എന്നുള്ളത് കൊണ്ടല്ല അദ്ദേഹം അത് പറയുന്നത്. അന്ന് ആ പർട്ടിക്കുലർ സമയത്ത് എസ്കലേറ്റ് ചെയ്ത് നിന്ന വിഷയത്തിൽ നിന്ന് അറിവില്ലായ്മ കൊണ്ട് ഒളിച്ചോടുന്നതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണത്. അതുപോലെ തന്നെ ഒരു സദസ്സിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയാ, എനിക്ക് വരാനിരിക്കുന്ന സമയത്തെങ്കിലും ബ്രാഹ്മണനായി ജനിക്കണം, അടുത്ത ജന്മത്തിലെങ്കിലും എന്നുള്ളത്. ഒരു പൊതുസ്ഥാനത്തിരിക്കുന്ന, ഈ നാട് കാണുന്ന ഒരു കലാകാരനായ ഒരു പൊതുപ്രവർത്തകനും കൂടിയായ സുരേഷ് ഗോപി ഇത് പറയുമ്പോൾ മതേതര രാഷ്ട്രീയ കേരളം എങ്ങനെയായിരിക്കും അത് കൺസീവ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയോ ബുദ്ധിയോ പോലും ഇല്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെയല്ലേ അദ്ദേഹത്തെ പറയാൻ പറ്റുള്ളൂ. നോക്കൂ നിങ്ങൾ, എയിംസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കിടന്ന് ചുറ്റിക്കറങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനായില്ലേ അദ്ദേഹം എന്നുള്ളതാണ്. എയിംസിനെ കുറിച്ച് ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ കേരളത്തിൽ എയിംസ് കൊണ്ടുവന്നാൽ നന്നാവില്ലേ എന്ന് തോന്നുന്ന ആ മൊമെന്റിൽ അദ്ദേഹം അത് ഡിസ്ക്ലോസ് ചെയ്യാണ് മീഡിയയുടെ ഫ്രണ്ടിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് നാഴികയ്ക്ക് 40 വട്ടം അതിനകത്ത് അഭിപ്രായങ്ങൾ മാറ്റിപ്പറയേണ്ടി വരുന്നതും ഇവിടുത്തെ ട്രോള് ചെയ്യുന്ന ഇൻഡസ്ട്രി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഒറ്റ മെറ്റീരിയലിൽ മാസങ്ങളോളം വർഷങ്ങളോളം ചുറ്റിത്തിരിഞ്ഞതും എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ഇന്നും പറയാൻ കഴിയാതെ, ഇന്നും കൃത്യമായി ആളുകൾക്കിടയിൽ ഇടപഴകുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെതായ യാതൊരു വിധത്തിലുള്ള ബോഡി ലാംഗ്വേജുകളും കൺസീവ് ചെയ്യാതെ സുരേഷ് ഗോപി എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഷോയിൽ പറയുന്ന പോലെ ദാ വന്നു ദേ പോയി എന്ന് പറയുന്ന പോലെ എന്താണ് അദ്ദേഹം ചെയ്ത ഇൻഫ്ലുവൻസ്? തൃശൂർ പൂരം കലക്കലടക്കം, തൃശൂരിൽ ജയിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ ചോദ്യങ്ങൾ സാക്ഷരതയുള്ളവർക്ക് ഇന്നും ഉണ്ടാവും. അതിനൊന്നും മറുപടിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം വളരെ വാചാലനായി രാഷ്ട്രീയം പറയുന്ന പോലെ അഭിനയിക്കും. അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് തന്നെ തോന്നും, ഇങ്ങേരെന്താ പറയുന്നേ, ഇങ്ങേര് പറയുന്നതിനൊന്നും ഒരു സ്റ്റാൻഡ് ഇല്ലല്ലോ, ഒരു കണ്ടിന്യൂഷൻ ഇല്ലല്ലോ എന്ന്. അത്രമേൽ വലിയ അബദ്ധങ്ങളിലേക്ക് കടന്നുപോയ അദ്ദേഹമാണ്. ഓർക്കുന്നില്ലേ നിങ്ങൾ, എനിക്ക് ഒരു മാസം കഷ്ടിച്ച് കഴിഞ്ഞുകൂടാൻ എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും ലക്ഷങ്ങൾ വേണമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി അതുപോലെ ഇപ്പോ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു പോകണം, എനിക്ക് വലിയ രീതിയിൽ അതിലേക്ക് തന്നെ പോകണം എന്ന് പറയുന്ന ആഗ്രഹം കൂടി മുന്നോട്ട് വെച്ച് ഒരു പക്ഷേ രാഷ്ട്രീയ അരങ്ങൊഴിയാൻ ഒരുങ്ങുകയാണ് സുരേഷ് ഗോപി. അത് കേരള രാഷ്ട്രീയത്തിനും ദേശീയ രാഷ്ട്രീയത്തിനും വലിയ പ്രാധാന്യം നൽകും. എന്തുകൊണ്ടെന്നാൽ വലിയൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതാകുന്നു അതുകൊണ്ട്.